സിനിമാ താരങ്ങളുടെ വീടുകളിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാകാമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ഇനിയും കഥകൾ വരുമെന്നും കൂടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഈ ED എന്ന് പറയുന്നത് താൻ കൂടി ഉൾപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിൽ വരുന്ന ഒരു അന്വേഷണ സംവിധാനമാണെന്ന സാമാന്യ ബോധ്യം പോലും ഈ സുരേഷ് ഗോപിക്ക് ഇല്ലെങ്കിൽ അയാൾ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. ഈ പ്രസ്താവനയിലൂടെ കേന്ദ്ര സർക്കാരിനെയും BJP-യാണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദം മൂടിക്കെട്ടാനുള്ള ശ്രമമായാണ് സിനിമാ താരങ്ങളെ ഈ ത്രാസിൽ കയറ്റി അളക്കാൻ വിട്ടുകൊടുത്തതെന്നൊരു സംശയം സുരേഷ് ഗോപിക്കുണ്ടെങ്കിൽ ഈ വിവാദം മൂടിക്കെട്ടുന്നതിന് BJP-ക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുമുള്ള താല്പര്യം എന്താണെന്നും ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി കോടീശ്വരന് വിറ്റതായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതിനും എന്തായാലും വലിയ പ്രസക്തിയുണ്ട്.